മേക്കിംഗ് വൈസ് അത്ര മോശം മൂവിയൊന്നുമല്ല ഉന്മാദം. ഈ പടത്തിൻ്റെ ഓവറോൾ ത്രൂ ഔട്ടായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഈ പടത്തിൻ്റെ ഒരു വൺ ലൈനർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഭയങ്കര യുണീക്കാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ പക്ഷേ ആ ഒരു കൺസെപ്റ്റുമായിട്ട് എത്രത്തോളം ആ പടം പിന്നീട് അങ്ങോട്ട് ഡെവലപ്പായി എന്നുള്ള കാര്യമൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു മോശം സിനിമ എന്നുള്ളൊരു ടാഗ് ഈ പടത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലും മോശം സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പടത്തിലുള്ളൊരു ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് വന്നത്. ഇപ്പോൾ ഷാഹി കബീറാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ, ഇപ്പം റോന്തിൻ്റെയൊക്കെ ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഈ പടത്തിൽ അത്രത്തോളം മീറ്റ് ചെയ്തിട്ടില്ല എന്നതിനാലായിരിക്കാം ഇത്രയധികം നെഗറ്റീവ് റിവ്യൂ ഈ പടത്തിന് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു വളരെ മോശം സിനിമയൊന്നും അല്ല ഉന്മാദം. ഈ പടത്തിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡയറക്ഷൻ മേക്കിംഗ് ഒക്കെ ആണെങ്കിലും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ വരെയുള്ള പോർഷൻ ഒരു ഹൊറർ ഫീൽ തരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഹൊറർ ഫീലാണ്, നല്ല രീതിയിൽ എൻഗേജിങ് ആണ്. ജസ്റ്റ് കണ്ടിരിക്കാനുള്ള എല്ലാവിധ ചേരുവകളും ഈ പടത്തിലുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആണെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു മർഡറാണ്, അപ്പോൾ മർഡർ ബേസ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു വില്ലനൊക്കെ വരുന്നുണ്ട്. ആ വില്ലനൊക്കെ റാൻഡമായിട്ട് നറുക്കിട്ടെടുത്തൊരു വില്ലനെ പോലെയാണ് തോന്നിയത്. പക്ഷേ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്നാൽ പോലും ഒരു മോശം സിനിമ എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഒരു ആവറേജ് മൂവിയാണ് ഉന്മാദം. മൈ റേറ്റിംഗ് വുഡ് ബി 3/5. കാണാത്തവർ കണ്ടു നോക്കുക. എസ്പെഷ്യലി ഇതിപ്പം ഇൻട്രസ്റ്റിംഗ് ആയൊരു മൂവിയാണ്. ദിസ് ഷുഡ് ഹാവ് വാച്ച്ഡ് ഇൻ തിയേറ്റേഴ്സ് ആസ് വെൽ. ബട്ട് ഐ ഡോണ്ട് നോ എത്രത്തോളം തിയേറ്ററിൽ ഈ പടത്തിന് ബാക്കിയുണ്ടെന്നുള്ളത്. Go for it if you have a chance.